സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ പോലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അതിനേക്കാളും വലുതായിട്ടാണ് ഇപ്പം എയറോപ്ലെയിനിൽ കയറിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് പറന്നു, പിന്നെ ആ ആകാശമൊക്കെ അടുത്ത് നിന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും ചെറുപ്രായത്തിൽ കയറാൻ പറ്റി. കാരണം ആ നാട്ടിൽ തന്നെ എയറോപ്ലെയിനിൽ കയറണമെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ. നിങ്ങൾ ഫുൾ A+ മേടിക്കുന്ന കുട്ടികളെ നമുക്ക് വിമാനത്തിൽ കൊണ്ടുപോകാമെന്നൊരു വാഗ്ദാനം കൊടുത്തു. അപ്പോൾ അവരോട് ഞങ്ങൾ നമുക്ക് 3 മാസത്തെ പത്രം ശേഖരിച്ച് എല്ലാ കുടുംബത്തിൽ നിന്നും വീടുകളിൽ നിന്നുള്ള ഈ പത്രങ്ങൾ 3 മാസ പത്രങ്ങൾ ശേഖരിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞ പ്രകാരം അവരെല്ലാവരും അവരുടെ വീടുകളിലുള്ള പത്രങ്ങൾ വായിച്ചറിഞ്ഞ പത്രങ്ങളും അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ബന്ധു വീടുകളിൽ നിന്നും പോലും എടുത്ത് നമ്മുടെ വാർഡിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് അത് വിറ്റ കാശ് കൊണ്ടാണ്. പിന്നെ കുറച്ച് പൈസ തികയാതെ പറഞ്ഞപ്പോൾ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി വരെ വീടുകളിൽ പോയി ഞങ്ങൾ ADSൻ്റെ ഞങ്ങൾ പോയി പെറുക്കി അങ്ങനെ കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഞങ്ങളെ ഈ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയത്. നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെ പോയിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾക്കും ആവേശമായി അവരുടെ വീടുകളിലൊക്കെ കുടുംബശ്രീക്കാരെ അറിയിച്ചപ്പോൾ അവർക്കും വളരെ സന്തോഷകരമായിട്ട് അവർ എല്ലാം ശേഖരിച്ച് തരാമെന്ന് പറഞ്ഞു. 430ഓളം വീടുകളുണ്ട് നമുക്കിവിടെ. ആ വീടുകളിൽ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് സഹകരിക്കുകയും അതിൽ നിന്നും പൈസ നല്ല രീതിയിൽ തന്നെ കിട്ടി. അപ്പം അങ്ങനെ ഇതെല്ലാവരും സഹകരിക്കുന്ന കണ്ടപ്പോൾ നമുക്കത് ഉറപ്പായി അത് നടക്കുമെന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം കേട്ടപ്പോൾ ഞങ്ങളാരും വിശ്വസിച്ചൊന്നുമില്ല. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. റിസൾട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചേച്ചിമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ ID പ്രൂഫെല്ലാം ചോദിച്ചു. ഞങ്ങൾ കൊടുത്തു. അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും വിശ്വസിച്ചത്. അവർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു. വിമാനത്തിൽ പറക്കാമെന്നുള്ളൊരു ഇത് വന്നപ്പോഴേക്കും അവരൊക്കെ പഠിക്കാനുള്ള തയ്യാറെടുപ്പായി. ക്ലാസ്സുകൾക്കൊക്കെ വിളിച്ചാലും അവർ വരും. 7 മണിക്കുള്ള ഫ്ലൈറ്റിനാണ് ഞങ്ങൾ കയറിയത്. 8 മണിയായപ്പോൾ ഞങ്ങളവിടെ 1 മണിക്കൂർ യാത്ര ബാംഗ്ലൂർ ചെന്ന് ഇറങ്ങി. ഇൻഡിഗോ വിമാനത്തിലാണ് ഞങ്ങൾ പറന്നത് കുട്ടികളുമായിട്ട്. എല്ലാവരും ആദ്യമായിട്ട് തന്നെ കയറുമായിരുന്നു. ചെറിയൊരു പേടി ഭയമൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ എല്ലാവർക്കും, ഞങ്ങൾക്കും അതായത് കുട്ടികൾക്കൊക്കെ. ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. എല്ലാവരും പിടിച്ചൊക്കെ ആയിരുന്നത്. മേഘത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. ഹെയർ ഹോസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അവരെ പോലൊക്കെ ആവണമെന്നൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണും. ഫ്ലൈറ്റിലെ അകത്തെങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിച്ച് ഒരു ദിവസം അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം. ഈ കുട്ടികൾ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടുള്ളതല്ലത്. പിന്നെ കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് അവർക്ക് നമ്മളെ വേറൊരു രീതിയിലൊക്കെ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. അവർക്ക് പഠിക്കാൻ ഇങ്ങോട്ട് തിരിച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ചിന്ത അവരുടെ പോവുകയല്ലോ. അവർക്ക് ഈ വിമാനത്തിൽ പോകണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ മൊത്തം ചർച്ചകളൊക്കെ. നമ്മുടെ നമുക്ക് വിമാനത്തിൽ പോകേണ്ടതാണ്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ. ഇന്നത്തെ കാലത്ത് ലഹരിയുടെ പുറകെയാണല്ലോ പിള്ളേരൊക്കെ പോകുന്നത്. അപ്പോൾ അതിലേക്കൊന്നും തിരിയാതെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടൊരു നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. അപ്പോൾ അതിനുള്ളൊരു പ്രത്യേക ഒരു സന്തോഷവും ഞങ്ങൾ നല്ല സന്തോഷത്തിലാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്.